ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. പാടവരമ്പത്തിലൂടെ ഓലക്കുടയുമെടുത്ത് ചെറുഞാട് നടന്നൊരു കാലത്തോടി നടന്നൊരു പെണ്ണെ. ആ പെണ്ണ് ആലപ്പുഴയാണെന്ന് തോന്നും നമുക്കിതാ ഇത് കാണുമ്പോൾ. ആലപ്പുഴയിലെ കായൽ കാഴ്ചകൾ മാത്രമല്ല, എന്തായാലും ഈ പച്ചപ്പ്, സത്യം പറഞ്ഞാൽ ഇത് കണ്ട് മതിയാവില്ല ഇവിടെ വന്ന. അതുകൊണ്ടാണ് എന്നെ പോലുള്ള വിദേശികളൊക്കെ അങ്കമാലിയിൽ നിന്ന് വണ്ടിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴയ്ക്ക് വരുന്നത്. ഇന്ന് നമ്മുടെ സീ കേരളം സൂപ്പർ ബമ്പർ അരങ്ങേറാൻ പോകുന്നത് ദാ ഈ പച്ചപ്പാടങ്ങൾ, ഈ പച്ചപ്പൊക്കെ കണ്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് എടത്വ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഒരുപാട് ആളുകൾ എന്നെയും കാത്തവിടെ നിൽക്കുന്നു. എൻ്റെ കയ്യിൽ അവർക്ക് വേണ്ടി 25,000 രൂപ. പോവാം നമുക്കെന്ന് അങ്ങോട്ട്. വീണ്ടും പാടവരമ്പത്തിലൂടെ ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലത്തോടി നടന്നൊരു പെണ്ണേ. നമ്മൾ ആ പച്ചപ്പൊക്കെ കിടന്ന് നേരെ എടത്വ ജംഗ്ഷനിൽ എത്തിയേക്കാണ്. ഈ കാണുന്നതാണ് എടത്വ ജംഗ്ഷൻ. ഇവിടെ അടുത്താണ് ഈ കാണുന്നതാണ് എടത്വ പള്ളി. നമ്മുടെ സെൻറ്റ് ജോർജ് പുണ്യാളൻ്റെ ലോകപ്രശസ്തമായ പിൽഗ്രിം സെൻ്ററാണ് എടത്വ പള്ളി. ഇത് എടത്വ പള്ളിയുടെ കവാടമാണ് കാണുന്നത്. നമുക്കെന്തായാലും പുണ്യാളൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് മുന്നോട്ട് പോകാം, അതല്ലേ നല്ലത്. എടത്വ പള്ളിയിൽ വാണരുളും പുണ്യവാനേ നമോ വാഗം പുണ്യവാനേ നമോ വാഗം. അപ്പോൾ ഒരുപാട് വിശ്വാസികൾ വരുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ലോകപ്രശസ്തമായ ഒരു പിൽഗ്രിം സെൻ്ററാണ് ഈ എടത്വയിലെ നമ്മുടെ സെൻറ്റ് ജോർജ് പുണ്യാളൻ്റെ പള്ളി എന്ന് പറയുന്നത്. അതിലേക്കുള്ള വഴിയാണ് ഇനി അങ്ങോട്ട്. നേരെ അതുവഴി നമ്മൾ നമ്മുടെ ഗെയിം സോണിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് 10-25,000 രൂപയൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്. നിത്യവിശുദ്ധനായി എടത്വായിൽ വാഴും ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ സീ കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ പുതിയ ഒരു അധ്യായം ദാ ഇവിടെ ഉഷാറായി തുടങ്ങുന്നു. ഇവിടെ എടത്വയിൽ SNDP കലായോഗം ശാഖ നമ്പർ 12 അതിന്റെ അംഗങ്ങളാണ് ദാ ഈ കാണുന്നതെല്ലാം. അവരെല്ലാം ഇന്ന് ഉഷാറായി മത്സരിക്കും എന്നുറപ്പ് തന്നുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ലൊരു കൈഡി നിങ്ങൾക്ക് തന്നെ കൊടുത്തേ. അപ്പോൾ ഈ തുടങ്ങുമ്പോൾ ഒന്ന് ഉഷാറാക്കാനായിട്ടേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അടിപൊളി പാട്ട്, നാടൻ പാട്ടോ എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാലേ നമുക്ക് കാര്യങ്ങൾ ഉഷാറാവുള്ളൂ. ആരാ ഉള്ളേ പാട്ട് പാടിത്തരാൻ വേണ്ടിയിട്ട്? അപ്പൊ ദേ ഇവിടെ ഒരു ചേച്ചി നമുക്ക് വേണ്ടി നന്നായിട്ടൊരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചിയുടെ പേര്? സുമംഗല ഗോപി. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ആര് വലയെറിഞ്ഞപ്പോ? ഞാൻ വലയെറിഞ്ഞപ്പോ ഉള്ള പാട്ടാണ്. തുടങ്ങിയാലോ? എല്ലാരും സപ്പോർട്ട് ചെയ്യില്ലേ? നന്നായിട്ട് കൈയടിക്കില്ലേ? റെഡി, തുടങ്ങിക്കോ ചേച്ചി. കായലരികത്തു വലയെറിഞ്ഞപ്പം വളകിലെത്തിയ സുന്ദരി പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു കേൾക്കണേ. നല്ലൊരു കൈഡി കൊടുത്തേ നമ്മുടെ സുമംഗല ചേച്ചിക്ക്. അപ്പോൾ എടത്വയിൽ നമ്മുടെ സൂപ്പർ ബമ്പർ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയുള്ള ചേച്ചിമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിറയെ തോടും അതിൽ ചൂണ്ടയും ഒക്കെ കണ്ടു. അപ്പം മിക്കവാറും നല്ല മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടോ? എന്ത് മീൻകറി എന്നൊക്കെ ചോദിച്ചു നോക്കാം.
നമസ്കാരം ചേച്ചി, എന്താ പേര്? നമസ്കാരം. എന്താ പേര്? രജനി. രജനി. രജനി ചേച്ചി. രജനി ചേച്ചിയുടെ വീട് ഇവിടെ തൊട്ടടുത്താണോ? നേരെപ്പുറത്ത്. ആണോ? ചൂണ്ടയിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്ത് മീനാണ് കൊടുക്കാൻ സാധ്യത? പരല്. പരല്. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണയ്യാ. പരലെന്ന് പറഞ്ഞപ്പോ നാണം, പരലായിരിക്കില്ല. അപ്പൊ ഇന്ന് സാധ്യത വേറെന്ത് മീനായിരിക്കും? കുറുവ. ആ, കുറുവ. കുറുവയൊക്കെ ഉണ്ടാവൂലേ? തൂളി. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് പോര്, വെക്കണം പോര്, കേട്ടോ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മൾ മത്സരം ദാ ഇവിടെ ഇടത്തുവയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോട്ട് എടുക്കണമെന്നുള്ളത്. ലോട്ട് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ നിയമങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ അതിലേറെ നല്ലതാണ്. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. ഈ കുഞ്ഞു കുഞ്ഞു നിയമങ്ങളേ ഉള്ളൂ. പിന്നെ നല്ല ഗംഭീര മത്സരങ്ങളുണ്ട്. ജയിച്ചാൽ 25000 രൂപ വരെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് അറിയാൻ ലോട്ട് എടുക്കാം. ലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, എനിക്കൊരു ശീലമുണ്ട്, കൂടെ ഒരു പാട്ടും കേൾക്കണം. പാട്ടും ലോട്ടും അതാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ. ഈ ഹലുവയും മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ആരാണ് ഒരു പാട്ട് പാടി തരാനുള്ളത്, ഒപ്പം ലോട്ട് എടുക്കാനുള്ളത്? അപ്പോ നമുക്ക് വേണ്ടി പാട്ട് പാടാനും ലോട്ടെടുക്കാനും ടോബിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ടോബിനെ നമസ്കാരമുണ്ട്. നമസ്കാരം. ആ, ഒരു കയ്യടി കൊടുത്തേ. എത്രയിലാ പഠിക്കുന്നത്? 4 ക്ലാസ്സിലൊക്കെ ആയോ? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പാലോം പാലോം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പാലോം പാലോം നല്ല നടപ്പാലം, അച്ഛൻ്റെ കയ്യും പിടിച്ച് നടക്കണ കാലം, ആയോരു പാലത്തിൻ്റെ തോണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, അന്നമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളു. ടോബിനാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ തീരുമാനിക്കാൻ പോകുന്നത്. ആ ഭാഗ്യവാൻ അഥവാ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം. ദാ ഇതിന്ന് ഒരെണ്ണം എടുത്ത് ചേട്ടൻ കൈ തന്നേ. അപ്പൊ ടോബിനെ വളരെ സന്തോഷം, വീണ്ടും കാണാം, ഉഷാറാവട്ടെ. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി സുമ. എവിടെ സുമ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി സുമ ചേച്ചി ഇതാ അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്ത് ചെയ്യുന്നു സുമ ചേച്ചി? ഞാൻ അംഗൻവാടിയിലെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അടിപൊളി. അംഗനവാടിയിലെ ടീച്ചറേ, അങ്ങനെ ഒരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ട്. ആണല്ലേ? ആ ടീച്ചർ പാടിയതാണോ? ടീച്ചറിനെ കുറിച്ച് ഞാൻ പാടിയിട്ടില്ല. ടീച്ചറിനെ കുറിച്ച് പാടിയതാണോ? എന്നെ കുറിച്ചും പാടിയിട്ടില്ല. അത് ആര് പാടിയതാ? ഇവിടെ കുറെ കുട്ടികളൊക്കെ നിൽക്കണ്ടല്ലോ, ഒരു ആക്ഷൻ സോങ് പാടിത്തരോ? പാടിത്തരാം. കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പോലെ. ഓക്കെ, റെഡി, പാടിക്കോ. തുമ്പി തുമ്പി പോകരുതേ, വാലേലൊന്നു പിടിച്ചോട്ടെ, കിട്ടിപ്പോയി കയ്യിലിവൻ, കൂട്ടരെ നിങ്ങൾ കണ്ടോ. അമ്പോ, അടിപൊളി അടിപൊളി അടിപൊളി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. ആണല്ലേ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് തയ്ക്കുന്നു. ആഹാ. കുട്ടികളോ? കുട്ടികൾ പഠിക്കുന്നു. മീൻസ് എത്രയിലാണ്? മൂത്തോള് ഡിഗ്രി കഴിഞ്ഞു, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കുന്നു. ഇളയ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ,
സുമ ചേച്ചിക്കുള്ള ആദ്യത്തെ മത്സരം ഇവിടെ റെഡിയാണ്. ഇനി ലോട്ട് എടുത്താൽ മതി. ചേച്ചി, ഈ കാണുന്നതാണ് പണപ്പെട്ടി. അടുത്തത് ആ ഇരിക്കുന്നതാണ് പണിപ്പെട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഗെയിം സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണിപ്പെട്ടി എന്ന് പേരിട്ടിരിക്കുന്നത്. അത് ഗെയിം കിട്ടുമ്പോൾ മനസ്സിലായിക്കോളൂ എന്തുകൊണ്ട് ആ പേര് കറക്റ്റ് ആയിട്ട് ഇട്ടേന്നുള്ളത്. റെഡി അല്ലേ? റെഡിയാ. നമുക്ക് അതിൽ നിന്നൊരു ഗെയിം എടുത്താലോ? വാ. അപ്പൊ ചേച്ചി ആദ്യത്തെ പണി മേടിച്ചിരിക്കുകയാണ്, ചോദിച്ച് മേടിച്ചിരിക്കുകയാണ്. ഹായ്, നല്ല ഗെയിമാണല്ലോ. ഈ അംഗൻവാടിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ഗെയിം മാസ്റ്റർ വേഗം കൊണ്ട് കൊടുത്തത്. ടിങ് ടിങ് ബോൾ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഈ ടിങ് ടിങ് ബോൾ എന്ന് പറഞ്ഞ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇവിടെ സെന്ററിൽ നിൽക്കും. ഒരു റൗണ്ട് ഉണ്ടാവും ഇവിടെ നമുക്ക് ചുറ്റും. നമ്മൾ ഒരാളെ കൂടി വിളിക്കും. ചേച്ചിക്ക് വിശ്വാസമുള്ള സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ വിളിക്കും. ആ ആള് സൈക്കിള് ഇതിലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കും. ആ സൈക്കിൾ നമ്മൾ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ആള് ടിങ് 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 എന്ന് ബെല്ലടിക്കുന്നത് ആ ശബ്ദം കേട്ടിട്ട് ആ ഭാഗത്തേക്ക് ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ സൈക്കിൾ ഓടിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബോൾ ക്യാച്ച് ചെയ്ത് ബാസ്ക്കറ്റിൽ ഇടുക. അപ്പോൾ സത്യത്തിൽ സൈക്കിൾ ഓടിക്കുകയും കുറച്ച് ബാലൻസിങ്ങും ഉള്ള ഒരാളെയാണ് വിളിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിം നമുക്ക് ഉഷാറാക്കാം. ബോയ്സിനെ ആക്കിയാലോ? ബോയ്സിനെ ആക്കിക്കോ. ആരാത്? രഞ്ജിത്ത്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. രഞ്ജിത്തെ എന്താ ചെയ്യുന്നേ? ഞാൻ സൗദിയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. അത് മനസ്സിലായി, നാട്ടിലുണ്ട്, ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് ഗെയിം തുടങ്ങാം. രഞ്ജിത്തും സുമചേച്ചിയും ശ്രദ്ധിക്കുക. രഞ്ജിത്ത് സൈക്കിൾ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക. ഒപ്പം ബെല്ലടിക്കാൻ മറക്കരുത്, കാരണം ചേച്ചിയുടെ കണ്ണ് മൂടി കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് ചേച്ചി ബോൾ എറിഞ്ഞു തരും. ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വീണാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ രഞ്ജിത്ത് അത് പിടിച്ചിട്ട് കൊടുത്തേക്കണം. 120 സെക്കൻഡ് സമയമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ 6 ബോളുകൾ ആ ബാസ്ക്കറ്റിൽ ഏതെങ്കിലും എത്തിക്കണം. 6 ബോളുകൾ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടും 1000 രൂപ. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഒരു നല്ല കൈഡി കൊടുത്തേ നമ്മുടെ സുമചേച്ചിക്ക്. സുമചേച്ചിയും രഞ്ജിത്തും ടിങ് ടിങ് ബോൾ എന്ന നമ്മുടെ ഗെയിമിന് റെഡിയാണ്. 120 സെക്കൻഡ് സമയമാണ് ഇവർക്കുള്ളത്. നമ്മൾ തുടങ്ങാം കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പോരട്ടെ, എറിഞ്ഞോ, ഒന്നും നോക്കണ്ട. എത്തട്ടെ. രഞ്ജിത്തെ അത് ക്യാച്ച് ചെയ്യാൻ നോക്കോട്ടോ. കിട്ടിയനെ. വരട്ടെ, സൈക്കിൾ വരട്ടെ. 1. 6 നമ്മൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത്. പോരട്ടെ. അത് ദൂരേക്ക് പോയി. ശബ്ദം കേട്ടിട്ട് എറിയും. അതന്നെ കറക്റ്റ് ആയിട്ട്, വളരെ കറക്റ്റ് ആയിട്ട് എറിഞ്ഞു. എന്റെ അമ്മേ. ഓക്കെ, പോരട്ടെ. രഞ്ജിത്തെ രണ്ടാമത്തെ. പോരട്ടെ. 120 സെക്കൻഡ്. രണ്ടെണ്ണം. 120 സെക്കൻഡ് സമയമുണ്ട് ശരിക്കും. സുഖമായിട്ട് പൊക്കോ. പോരട്ടെ. 3. ഇനി 3 എണ്ണം. പോരട്ടെ. നന്നായിട്ടൊന്ന് കേട്ടേ. 4 എണ്ണം. 5. വെരി സിമ്പിൾ. 6. 120 സെക്കൻഡിന്റെ പകുതി പോലും എടുത്തില്ല. അവർ 6 ബോളുകൾ കൃത്യമായിട്ട് ആ കൂടയിലാക്കിയിരിക്കുകയാണ്. ഇവർക്ക് കിട്ടുന്നു, സുമചേച്ചിക്ക് കിട്ടുന്നു 1000 രൂപ. ഇനി 2000ത്തിന്റെ ഗെയിമാണ്. 2000ത്തിന്റെ ഗെയിം എന്ന് പറയുന്നത് 2000 രൂപ കൈ തരാനുള്ള ഗെയിമല്ല, 3000ത്തിലേക്കുള്ള എൻട്രി ആണ്. അത് ജയിച്ചാലാണ് ടോട്ടൽ 3000 രൂപ നമുക്ക് കിട്ടുക. അപ്പൊ ഇത് ജയിച്ചാലാണ് 3000ത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ആ 3000ത്തിന്റെ ലോട്ട് എടുത്താലോ? 2000ത്തിന്റെ ലോട്ട് എടുത്താലോ? അത് അപ്പൊ കാശൊന്നും വേണ്ടേ? 1000 വേണ്ടേ? ഞാൻ വിചാരിച്ചു അതിന്റെ അടുത്ത് ചോദിക്കുമായിരിക്കുന്നു. എടുക്കട്ടെ? 1000 രൂപ തരട്ടെ? ചേച്ചിക്കുള്ള 1000 രൂപ ഞാൻ ദേ കൊടുക്കാൻ പോകുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ. സുമ ചേച്ചി സെക്കൻഡ് റൗണ്ടിലേക്കുള്ള ലോട്ട് എടുക്കാൻ പോവാണ്. ഏതാണ് ഗെയിം എന്ന് നോക്കാം. ഇത് അടിപൊളിയാ. നമ്മൾ വണ്ടിക്കൊക്കെ സൈഡ് പറഞ്ഞു കൊടുക്കണ പോലത്തെ ഒരു ഗെയിം അത്. റൈറ്റാ. കുറച്ചും കൂടി വ്യക്തമായിട്ട് ചേച്ചിക്കൊക്കെ പറഞ്ഞ മനസ്സിലായി. നമ്മൾ പണ്ട് വട്ട് കളിക്കുമ്പോ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ചാടുമ്പോ റൈറ്റ് ആണോ എന്ന് ചോദിക്കില്ലേ അടിയിലത്തെ വര? അല്ല, ചോദിക്കാറില്ലേ നിങ്ങൾ? എന്താണ്? കല്ലുണ്ടോ മുള്ളുണ്ടോ?
അതിന് പകരം നമ്മൾ റൈറ്റാന്ന് ചോദിക്കണം. അതാണ് ഗെയിം. അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചേച്ചിയുടെ തലയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ബോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കൊണ്ടുപോയി ഡംപ് ചെയ്യേണ്ടതാണ് ഗെയിം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ചേച്ചി റൈറ്റാന്ന് ചോദിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ ഉറക്കെ പറ, ഞങ്ങളാന്ന് പറ. അതാണ് റൈറ്റാ മത്സരത്തിനായി ഇതേ നമ്മുടെ ചേച്ചി റെഡി ആയിട്ട് നിൽക്കുന്നു. സുമ ചേച്ചി, അപ്പോൾ ഈ സംഭവമാണ് തലയിൽ വെക്കേണ്ടത്. അതിന്റെ മുകളിൽ ബോൾ ഒരെണ്ണം വെച്ച് ബാലൻസ് ചെയ്യുക. ഈ കാണുന്ന ചുവന്ന തടികളിൽ അല്ലെങ്കിൽ ഈ ലൈനിൽ തട്ടാതെ വേണം മുന്നോട്ട് പോവാൻ. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 6 എണ്ണം നമ്മൾ അക്കരെ എത്തിക്കണം. അവിടെ ചെന്നിട്ട് തിരിച്ചു ഓടി വരാം. അപ്പോ സുമ ചേച്ചി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. മുന്നോട്ട് പോട്ടെ. റൈറ്റാ ആളത് ചോദിക്കാനുള്ള പ്ലാനിലൊന്നുമല്ല, ആള് പോയിക്കൊണ്ടേ ഇരിക്കാണ്. റൈറ്റാ ഒന്ന് ഓടിപ്പോരെ. ഇനി അടുത്തത് വെച്ചോ. റെഡി. സൂക്ഷിച്ച് ധൃതി വേണ്ട. 100 സെക്കൻഡ് ഉണ്ട് എന്തായാലും. റൈറ്റാ ധൃതി കാണിച്ചോണ്ടാണ് ആ പണി കിട്ടിയത്. ഓടിപ്പോരെ. ഞാൻ പറഞ്ഞില്ലേ, വെപ്രാളം വേണ്ട. വെപ്രാളം നമുക്ക് ഒന്നിനും ഒരു പരിഹാരമില്ല. ശാന്തമായി കൊണ്ടുപോയി ഓർമ്മ ഇട്ടാ മതി. റെഡി. റൈറ്റാ ചേച്ചി. മുട്ടി. സമയം പോണു. റെഡി ആയിക്കോ. മുന്നോട്ട് പോകട്ടെ. റൈറ്റാ. നോക്കി. കുറച്ചുകൂടി. അതന്നെ കറക്റ്റ്. ഒന്നും കൂടി. അതന്നെ. രണ്ടാമത്തെ എത്തി. ഇനി 4 എണ്ണം കൂടി നമ്മൾ അവിടെ എത്തിക്കണം. റെഡി ആയിക്കോ. ഓക്കെ. കുറച്ചും കൂടി. ഓക്കെ. 3 എണ്ണം നമ്മൾ അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇനി 3 എണ്ണം കൂടി എത്തിക്കണം. റെഡി. മുന്നോട്ട്. മുട്ടി. അതൊക്കെ ശരിയാക്കി വെച്ചോളാം. അതൊന്നും കുഴപ്പമില്ല. ഓടിപ്പോക്കോ. വീണ്ടും വന്നോ. റെഡി. മുട്ടി. പോരെ. കറക്റ്റ്. ഒരു സ്റ്റെപ്പ് കൂടി പതുക്കെ മുന്നോട്ട് പോയിട്ട്. കറക്റ്റ്. അതന്നെ. കുറച്ചുകൂടി അതുപോലെ തന്നെ. 4 ഇനി 2 കൂടി നമുക്ക് അവിടെ എത്തിക്കേണ്ടതുണ്ട്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തേ. നന്നായിട്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ച്. ഓക്കെ. പതുക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട്. കുറച്ചും കൂടി മുന്നോട്ട്. പോയി. കുഴപ്പമില്ല. വേറെ. റെഡി. മുന്നോട്ട് പോട്ടെ. റൈറ്റാ. അവിടെ നമ്മൾ 5 എണ്ണം എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി എത്തിച്ചാൽ മതി. 20 സെക്കൻഡ് ബാക്കിയുണ്ട്. ആറാമത്തെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 20 രണ്ടാം റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കി സുമ ചേച്ചി കയറുന്നു 3000ന്റെ റൗണ്ടിലേക്ക്. അപ്പോ ഇനി നമ്മൾ 3000ന്റെ ഗെയിം എടുക്കാൻ പോവാണ്. ഇത് ജയിച്ചാൽ 3000 രൂപ കയ്യിലേക്ക് അങ്ങോട്ട് കിട്ടും. റെഡി? അപ്പോ സുമ ചേച്ചിക്ക് 3000 കിട്ടാനുള്ള ആ റൗണ്ടിലേക്കുള്ള ഗെയിം എന്ന് പറയുന്നത് ഉരുട്ടിക്കളിയാണ്. നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഈ സൈക്കിളിന്റെ ചക്രം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോണത് കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മളൊരു വളയം തരും. അതിങ്ങനെ ഉരുട്ടി വിട്ടിട്ട് ഫ്രണ്ടിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടാകും. അതിലേക്ക് വീഴ്ത്തണം. അത്രേ ഉള്ളൂ. ചേച്ചിക്ക് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സിനിമാ താരങ്ങളെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവർ വന്ന് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചിക്ക് ഒന്ന് ഉഷാറാവും. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കിഡിലനായിട്ട് മിമിക്രി ചെയ്യാൻ നമ്മുടെ ഒരു സുഹൃത്ത് നിൽപ്പുണ്ട്. എവിടെയാണ് ആള്? എന്താണ് പേര്? എൻ്റെ പേര് റബി. റബി എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാം. റബി അടിപൊളിയായിട്ട് മിമിക്രി കാണിക്കും. നമുക്ക് ഏത് സ്റ്റാറാണ് ആദ്യം വന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറയണതെന്ന് നോക്കാം. ആരാണ്? നമുക്ക് ചെറുതൊന്നും വേണ്ടോ, നല്ല വലിയ സ്റ്റാർസ് ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ഒരു ഹെവി ആയിട്ടുള്ള സ്റ്റാർ. ആരാണ്? സ്റ്റൈൽ മന്നൻ ശ്രീ രജനികാന്ത് തലൈവർ. என்ன பாக்குறீங்க?
கண்ணாடின்னு சொன்னா எதிராளிக்கு தெரியாமல் அடிக்கணும் எப்படின்னா இக்கட சூடு கண்ணா இந்த உலகத்துல இருந்து அவனுக்கு கட்டுப்படாது அந்த ஆண்டவன் தான் அந்த ஆண்டவனுக்கு மட்டும் தான் நான் കട്ടുപ്പെട്ടു അപ്പൊ ദളപതിയൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി ആരാ വേണ്ടേ? ഇളയ ദളപതി പോരട്ടെ. ഇളയ ദളപതി പോരട്ടെ. யாரு சொன்ன லைன்ஸ்னு தெரியலைங்க. பட் நான் என் லைஃப்ல ஃபாலோ பண்ணிட்டு இருக்கேன். உசுப்பு ஏற்றுறவங்கிட்ட உம்முன்னும் கடுப்பு ஏற்றுறவங்கிட்ட கம்முன்னு இருந்த வாழ்க்கை ஜம்முன்னு இருக்குமா. இது சொல்றதுக்கு மட்டும் இல்லைங்க, உண்மையில ஜம்முன்னு தான் இருக்குது. இந்த പ്രോഗ്രാമുக்கு என்னுடைய வாழ்த்துக்கள். നന്ദി വണക്കം. ഓ അടിപൊളി. മലയാളത്തിന്റെ അഭിമാനം രാജ്യസഭ എംപിയും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി. ഓ പൊളിച്ചു, നല്ലൊരു കൈഡി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് കറണ്ട് ബില്ല് പോലും അടക്കാൻ കാശില്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. കുളിക്കാൻ മിനറൽ വാട്ടർ പോലും ഇല്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും വളരെ വലിയൊരു ഭീതിയാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഓക്കെ. സുമച്ചേച്ചിയുടെ മൂന്നാമത്തെ റൗണ്ടിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന മഞ്ഞയും ഓറഞ്ചും കുറ്റികൾ കണ്ടില്ലേ, അതിലേക്കാണ് നമുക്ക് ആ റിങ്ങുകൾ എത്തിക്കേണ്ടത്. ഇവിടുന്ന് പതുക്കെ ഉരുട്ടി വിട്ടാൽ മതി, അത് അതിൽ പോയി വീഴണം. 80 സെക്കൻഡ് സമയമാണ് നമ്മൾ ചേച്ചിക്ക് കൊടുക്കുന്നത്. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ 6 എണ്ണം അതിലെത്തിച്ചു കഴിഞ്ഞാൽ 3000 രൂപ നമ്മൾ ആർക്ക് കൊടുക്കും? സുമച്ചേച്ചിക്ക് കൊടുക്കും. കേട്ടോ, റെഡി അല്ലേ? ആദ്യത്തെ വളയെടുത്ത് കൈ പിടിച്ചോ, നമ്മൾ മത്സരം തുടങ്ങാൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. പയ്യെ ഉരുട്ടി വിട്. അതിന്റെ ഉള്ളിലേക്ക് പോട്ടെ, അതിന്റെ ഉള്ളിലൊരു കൂട്ടത്തിലേക്ക് പോട്ടെ. ഏതിലെങ്കിലൊക്കെ ചെന്ന് വീഴട്ടെ. 3000 രൂപ നമുക്ക് റെഡിയാക്കാം. അതുപോലെ കറക്റ്റ് അതിലേക്ക് വീണം. കറക്റ്റ് അതിനകത്തേക്ക് വിട്ടു നോക്കി. എവിടെയെങ്കിലും കൂട്ടിമുട്ടി വീണങ്ങട്. ശരി, അത് ഞാൻ വീണുന്നാട്ടോ വിചാരിച്ചത്. സത്യം പറഞ്ഞ കറക്റ്റ് അവിടെ വരെ എത്തിയതായിരുന്നു. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിച്ചിടിച്ച് നിർത്താൻ നോക്കി. ചിലപ്പോ അങ്ങനെ നടക്കാതെ. ഒന്ന് രണ്ട്. അടിപൊളി. ചേച്ചി ഉഷാറായിട്ട്. ഇനി സുമ ചേച്ചി 3 പോരട്ടെ. അവിടെ ഇനി വേണ്ട കേട്ടോ, അവിടെ വീണുണ്ട്. വീഴാത്ത സ്ഥലത്തേക്ക് വിട്. കൂടുതൽ തടസ്സങ്ങളാവാതിരിക്കാൻ ശ്രമിക്കുക. മോനെ വീഴ. 4 വീണിരിക്കുകയാണ്. ഇനി 2 കൂടി വീണാ മതി. അതങ്ങനെ വീട്ടിലേക്ക് പോയി. 5 ഇത് ലാസ്റ്റ് വൺ. 6 നല്ലൊരു കൈയ്യടിയോടെ 3000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു സുമച്ചേച്ചി. എന്തായാലും നമ്മൾ 1000 രൂപ നേരത്തെ കൊടുത്തു. ബാലൻസ് 2000 രൂപയാണ്. ആ 2000 രൂപ കൈയോടെ ഞാൻ കൊടുക്കുന്നു. കൈയടിച്ചോ. അടിപൊളി. ഇനി നമുക്ക് ലോട്ട് എടുക്കാം. സുമച്ചേച്ചിക്ക് അടുത്തതായി കിട്ടിയിരിക്കുന്ന ഗെയിമിന്റെ പേരാണ് കുച്ചിപ്പുടി. ഇതിന് കുച്ചിപ്പുടി എന്ന് പേര് വരാനുള്ള കാരണം ചരിത്രാതീത കാലം മുതലേ കുച്ചിപ്പുടി കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊരു പ്ലേറ്റിന്റെ മുകളിൽ കയറി നിട്ടാം, ഒരു താലത്തിന്റെ മുകളിൽ കയറി നിട്ടാം. ഇപ്പൊ കുച്ചിപ്പുടിയിൽ വരെ അതൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ താലമൊക്കെ ഒഴിവാക്കിയിട്ട് കുച്ചിപ്പുടി സ്റ്റെപ്പുകളിലേക്ക് കോൺസെൻട്രേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളും ഇവിടെ ഒരു ചെറിയ താലം തരും. ആ താലം നമ്മൾ കാലുകൊണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കണം. ആ താലത്തിൽ നമ്മൾ ബോൾ വെക്കും. ആ ബോൾ ഇങ്ങനെ റോബോട്ട് പോണ പോലെ പോയിട്ട് അവിടുത്തെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടുക, ബോൾ കൊണ്ടുപോയിടുക. അതാണ് ഗെയിം. അപ്പോൾ ഈ കാണുന്ന സംഭവം കാലിൽ ഘടിപ്പിക്കുക, അതിൽ ബോൾ വെക്കുക, നടന്ന് പോവുക, അത് മറികടക്കുക, ആ ബാസ്ക്കറ്റിൽ എത്തിക്കുക ആ ബോൾ. അതാണ് ഗെയിം. ഓക്കെ, ഇടയ്ക്ക് എങ്ങനെ ബോൾ വീണ് പോയാൽ തിരിച്ചു വരേണ്ടി വരും. റെഡി അല്ലേ? 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ 6 എണ്ണം നമ്മൾ അവിടെ എത്തിക്കണം. അപ്പോ ചേച്ചിക്കുള്ള കുച്ചിപ്പുടി മത്സരം തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സമയം ആരംഭിക്കുന്നു. പൊക്കോ, മുന്നോട്ട് പൊക്കോ. റെഡി, എല്ലാരും നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. നന്നായിട്ട്. റെഡി. പോയി. ബോള് പോയി. വീണ്ടും. കിട്ടും. ടെൻഷനൊന്നും വേണ്ട. കാരണം ഇതുവരെ ചേച്ചി വളരെ സ്മാർട്ടായിട്ടാണ് മത്സരിച്ചത്. ആദ്യത്തെ മത്സരങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ജയിക്കുകയും ചെയ്തു. ഇതും ജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. നന്നായിട്ട്. അതന്നെ.
ഇത് മറികടക്കാൻ പറ്റും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. ടീച്ചർമാർ കുട്ടികൾക്ക് അതൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കാറ്. നന്നായിട്ട് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണൊരു പ്രശ്നം. അങ്ങനെ തന്നെ പയ്യെ 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 പോട്ടെ പോട്ടെ പോട്ടെ. ഇനി അതിന്റെ ഇനി അവിടെ നിന്ന് അത് മുകളിൽ കയറി നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോ അടിപൊളി 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 അടിപൊളി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പോരട്ടെ 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 പോരട്ടെ. അടുത്തത് രണ്ടാമത്തെ. ഓക്കെ, റെഡി, പോരട്ടെ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ, നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. പോരട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല, പറ്റും. കുറച്ചും കൂടി, കുറച്ചും കൂടി. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മള് ഇത് ഇത്തിരി ഹാർഡ് ടാസ്ക്. പോയിട്ടൊന്നുമില്ല പോയിട്ടൊന്നുമില്ല. പോട്ടെ പോരട്ടെ പോരട്ടെ. ഗംഭീര മത്സരം, ഗംഭീര മത്സരം. സമയം പോകുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. നമ്മൾ മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അടിപൊളി 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 അടിപൊളി. ആള് നന്നായിട്ട് കഷ്ടപ്പെട്ടോ മുന്നോട്ട് പോണേ. ദേ രണ്ടാമത്തെയും അവിടെ എത്തി. രണ്ടാമത്തെയും അവിടെ എത്തിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെയും അവിടെ എത്തിച്ചിരിക്കുകയാണ്. റെഡി, പോരട്ടെ 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 പോരട്ടെ. അടുത്തത് പോരട്ടെ, അടുത്തത് പോരട്ടെ, അടുത്തത് പോരട്ടെ. 20 സെക്കൻഡ് ബാക്കിയുണ്ട്. മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഉഷാറാക്ക്. അത് തന്നെ. അപ്പ് 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 അപ്പ്. ഇതെത്തുമോ ഇത് നോക്കട്ടെ. റെഡി. ഇനി കൗണ്ട് ഡൗൺ ആണ്. 10 9 8 7 6 5 4 3 2 1. നമ്മൾ വെറും കൈയോടെ പറഞ്ഞയക്കുന്നില്ല. ഈ ഗെയിം ഇത്രയും നന്നായി മത്സരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് ഒരു ലോഡ് തരികയാണ്. ഇത് മക്കൾക്ക് കൊടുക്കണം. എന്റെ വക സ്പെഷ്യൽ ആയിട്ട് കൊടുക്കില്ലേ? ഉറപ്പായിട്ടും. അന്ന് നല്ല സന്തോഷത്തോടുകൂടി ഇത് മേടിച്ച് കുറച്ച് നമ്മുടെ അംഗൻവാടിയിലെ പിള്ളേർക്കും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. സി കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies il a short break. Welcome back to C Kerala Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. നല്ലൊരു കൈയടിയല്ലേ. നമ്മുടെ സൂപ്പർ ബമ്പർ മത്സരങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പൊടി പാറ്റാനായിട്ട് ഇനി ഇവിടേക്ക് ആരാ വരുന്നേ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 4ഓളം ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നു. അതിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ നമ്മുടെ മത്സരാർത്ഥി സാലിമോൾ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി സാലിമോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമസ്കാരം. 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 സാലിമോൾ തന്നെയല്ലേ പേര്? എന്ത് ചെയ്യുന്നു ചേച്ചി? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. മക്കളുടെ പേരൊക്കെ എങ്ങനെയാ? മോന്റെ പേര് അബിൻ സാബു, മോടെ അമൃത. അമൃത. സാബു ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഓട്ടോ ഓടിക്കും. ഓട്ടോറിക്ഷ ചേട്ടാ സാബു ചേട്ടാ ഇങ്ങോട്ടൊക്കെ. അപ്പോ 1000 രൂപയുടെ ആദ്യത്തെ ഗെയിം നമ്മൾ ലോട്ടെടുക്കുന്നു. ഈ ഗെയിമിന്റെ പേരാണ് ഗദ ഹുവ. പഴയ രാമാനുസാഗറിന്റെ മഹാഭാരതത്തില്ലേ, മഹാഭാരതത്തിൽ മറ്റേ രാക്ഷസന്മാർ കൊണ്ടുനടക്കുന്ന ഗതയില്ലേ, കുറെ മുള്ളും പരിപാടിയൊക്കെ ഉള്ളു. അതുപോലെ ഒരു ഗത ഇവിടെ തൂക്കിയിട്ടുണ്ടാവും. ചേച്ചിക്ക് ഈ ബലൂൺ അടിച്ച് ഇങ്ങനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം തരും, ഒരു ബാറ്റ് നമ്മൾ തരും, ഒരു ചട്ടുകം തരും. അപ്പൊ അതുകൊണ്ട് ബലൂൺ ഇങ്ങനെ തട്ടി 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 മുകളിൽ എത്തിച്ച് ഇതിൽ മുട്ടിച്ച് പൊട്ടിക്കണം. മത്സരം ഇവിടെ ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ, ഉഷാറായിക്കോ, ചെന്നോ, പയ്യെ പയ്യെ. അത് തന്നെ, അടിപൊളി അടിപൊളി. പോരട്ടെ 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 പോരട്ടെ. പൊട്ടിക്ക്. ആറ് കൂടുതൽ കൊടുക്കായിരുന്നു തോന്നണു. ആറെണ്ണന്നൊക്കെ പറയണത് ഇപ്പൊ പുഷ്പം പോലെ പൊട്ടിക്കുന്ന തോന്നണേ. ഓക്കെ ഓക്കെ. ഗത ഞാൻ ആട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. റെഡി, പൊട്ടിക്ക്. പോയി 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 ഓടിപ്പോയി അവിടെ നിന്ന് ഒരെണ്ണം എടുത്തുണ്ടോ.
നിലത്ത് പോകാതെ നോക്ക്, നിലത്ത് വിടാതെ നോക്ക്. റെഡി 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 റെഡി. ആ 3 പൊട്ടിച്ചു കഴിഞ്ഞു. 6 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3 പൊട്ടിച്ചു കഴിഞ്ഞു. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാവരും, നന്നായിട്ട് കൈയടിച്ച്. 4 പോരട്ടെ, പൊട്ടിക്ക്. അത് വല്ലോടത്തും പോയി. അവിടെ അവിടെ. ഇനി ലാസ്റ്റ് വൺ ടാസ്ക് ഇത്തിരി കൂടി ഉഷാറാവട്ടെ. റെഡി, അടിപൊളി. ഇതിപ്പോ തന്നെ തീരുമാനമാവുന്ന തോന്നുന്നു. ഇങ്ങോട്ട് വാ. അതന്നെ. അടിക്ക്. ബാലൻസ് ചെയ്ത്. ഫ്രണ്ടിലേക്ക് പോ. അതന്നെ, ഒന്നും കൂടി ശ്രമിക്കും. അതന്നെ, കിട്ടും. ലാസ്റ്റ് വൺ. അതന്നെ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ. പോരട്ടെ. അങ്ങനെ ബാലൻസ് ചെയ്ത് പയ്യെ കൊണ്ടുവന്ന്. ഇത് ഈ ബലൂണത് ഇത്ര പ്രശ്നം. 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ സലിച്ചേച്ചി ഇവിടെ നിൽക്കാണ്. സലിച്ചേച്ചിക്ക് ഒരു നല്ല കൈഡി കൂടി കൊടുത്തേ. സലിച്ചേച്ചി, സാബു ചേട്ടൻ ഇപ്പൊ എങ്ങനെ ഇവിടെ എത്തിണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കാനായിരുന്നു. ഇവിടെ എത്തിണ്ടോ? എവിടെയാ സാബു ചേട്ടാ? നമസ്കാരം സാബു ചേട്ടാ. ആദ്യം തന്നെ സാബു ചേട്ടോ കൊടുക്കാൻ പോകണ്ട 1000 രൂപ. 1000 രൂപ കൊടുത്തേക്കാണ്. നല്ലൊരു കൈഡി. സലിച്ചേച്ചിക്ക് 2000ന്റെ റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. ലോട്ട് എടുക്കാം. ഇതിൽ നിന്ന് ഒരു ഗെയിം എടുത്തിട്ട് എനിക്ക് തന്നെ. വാട്ടർ ബലൂൺ ആണ് ഗെയിം. വെള്ളം നിറച്ച കുറച്ച് ബലൂണുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചേച്ചിയുടെ ഒരു കൂട്ടുകാരിനെ ഇവിടെ നിന്ന് വിളിക്കണം. അയാളോട് പുറം തിരിഞ്ഞു നിന്നിട്ട് ഈ ബോൾ ചേച്ചിക്ക് ഇട്ട് തരാൻ പറയണം. ചേച്ചി അത് ക്യാച്ച് ചെയ്യുകയും പൊട്ടിച്ച് ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ ആ വെള്ളം നിറയ്ക്കുകയും ചെയ്യണം. അതാണ് വാട്ടർ ബലൂൺ എന്ന ഗെയിം. റെഡിയാണോ? ആരെ വിളിക്കാൻ പോകുന്നത്? നമുക്ക് ഒരാളെയും കൂടി ഈ ഗെയിമിന് വേണം. ആരെ വിളിക്കുന്നത്? ജയശ്രീ. പേരിൽ തന്നെ ജയമുണ്ട്. ജയശ്രീ ചേച്ചി ഓടി വന്നേ, ഇങ്ങോട്ട് ഓടി വന്നേ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. നമസ്കാരം ജയശ്രീ ചേച്ചി. നമസ്കാരം. അതാണ്, പേരിൽ തന്നെ ജയശ്രീ ഒക്കെ ഉണ്ടല്ലോ. ജയിക്കൂ? ജയിക്കും. 100 സെക്കൻഡ് സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 100 സെക്കൻഡിനുള്ളിൽ 3 ഗ്ലാസുകൾ നിറച്ചാൽ സലിച്ചേച്ചി വിജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊളിച്ചോ? എറിഞ്ഞോ? അടിപൊളി. നിലത്തൂടെ പൊട്ടിപ്പോയി. അടുത്തത് വീക്കി കൊടുക്ക്. പയ്യെ. ഓടിച്ചില്ലേ. ഇപ്പൊ വീക്കല്ലേട്ടോ. അത് പൊട്ടിച്ചവിടെ ഒഴിച്ചിട്ട് പറ്റേ. നിറയോ? പോരട്ടെ. ഓടിവാ. കൈയടിച്ചേ. നന്നായിട്ട് കൈയടിച്ചേ. അടിപൊളി. ഓടിച്ചല്ലേ. പൊട്ടിച്ചോടിച്ചോ. സിമ്പിൾ. ഒരു ഗ്ലാസ് നിലത്ത് കളഞ്ഞിട്ട് അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നോളാം. പേടിക്കണ്ട, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നോളാം. അടിപൊളി. ഷോഡ സർബത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഷോഡ സർബത്ത്. പോരട്ടെ. എവിടെയാണ് ആള്? പോയി. ഓക്കെ. ഇനി 3 മുഴുവൻ നിറക്കണം. ഇതിപ്പോ പകുതി നിറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. സമയം. അത് പൊട്ടിപ്പോയി. അടുത്തത്. ഓടി. അവിടെ കൂടെ പിടിച്ചു. ഞാൻ കുടിക്കൂലോ. ഓക്കെ. അടുത്തത്. അടിപൊളി. ഓടിച്ചല്. പെട്ടെന്നായിക്കോട്ടെ. ഒരു ഗ്ലാസ് നിറഞ്ഞു. ഇനി രണ്ടാമത്തെ ഗ്ലാസ് ഇപ്പൊ തന്നെ നിറയുന്നതായിരിക്കും. അടിപൊളി. ഓടിച്ചല്. അത്രേ ഉള്ളൂ. 2 ഗ്ലാസ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി 3ാമത്തെ ഗ്ലാസ് നിറയാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു തവണയും കൂടി ഇനി അങ്ങോട്ട് പോണ്ടി വരും. ഇപ്പൊ സംഭവം ഗെയിം തീരാൻ പോവുകയാണ്. റെഡി, ഓടിച്ചല്ലേ. അടിപൊളി. അപ്പോ സലിച്ചേച്ചി 3000ന്റെ റൗണ്ടിലേക്ക് കടന്ന ആ സന്തോഷത്തിൽ നമുക്ക് ഇവിടുത്തെ തന്നെ കുട്ടികളുടെ ഒരു അടിപൊളി ഡാൻസ് കാണാം.
സലിച്ചേച്ചി 3000ന്റെ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് ആ ഗെയിം എടുക്കാം. ഒരു ലോട്ടറി എടുത്തോ, ഏതാ ഗെയിം നോക്കാം. സലിച്ചേച്ചിക്ക് 3000 രൂപ ഉറപ്പായും കിട്ടുന്ന ഗെയിം എന്ന് പറയുന്നത് ഞാണുമ്മേക്കളി തന്നെയാണ്. അതിന്റെ പേര് ഞാണുമ്മേക്കളി എന്നാണ്. ഞാണുമ്മ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറ് പിടിച്ചിട്ട് അപ്പുറത്ത് നിൽക്കാൻ ഒരാളും കൂടി വേണം. നമുക്കത് സാബുചേട്ടനെ തന്നെയാണ് വിളിച്ചാലോ? അതാവുമ്പോ ജീവിതം മൊത്തം നിങ്ങൾ ഞാനുമ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോ ഒരു കൂട്ടാവൂല്ലോ എന്തായാലും ഇവിടെയും. സാബുചേട്ട അങ്ങ് പോരെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. സാബുചേട്ടാ വീണ്ടും നമസ്കാരം. നമസ്കാരം. റെഡിയല്ലേ? റെഡിയാണ്. സലിച്ചേച്ചിയും സാബുചേട്ടനും ദാ ഇവിടെ റെഡിയാണ്. ഞാണുമ്മേക്കളിയാണ് നമ്മുടെ മത്സരം. ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ബോളുകൾ ഇവിടെ നിന്ന് പതുക്കെ ഉയർത്തിയെടുത്തിട്ട് ബാലൻസ് ചെയ്ത് ഉരുട്ടി 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 ആ ബാസ്ക്കറ്റിലെത്തിക്കുക. അത്രേ ഉള്ളൂ ഗെയിം. 80 സെക്കൻഡ് സമയമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഈ ബോളുകൾ അത്രയും അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. നിലത്ത് വീണാൽ പേടിക്കേണ്ട, ബാക്കി എടുത്തു വന്നിട്ട് നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. അടിപൊളി. പോരട്ടെ 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 പോരട്ടെ. ബാലൻസ് ചെയ്ത് പയ്യെ. അപ്പോ പൊളിച്ചു. അടിപൊളി. അടുത്തത് സിമ്പിൾ പരിപാടിയാണ്. രണ്ടെണ്ണം പോയി. 15 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. മൂന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. മുന്നോട്ട് പോട്ടെ. അടിപൊളി. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇവര് ഞാനമക്കളൊക്കെ മിക്കറാണ് എന്തായാലും. ഓ, ആ അച്ഛത്തുനിന്ന് ഇനി തുടങ്ങുള്ളൂ അല്ലേ? വെൽ പ്ലാൻ. പോട്ടെ. അതൊരെണ്ണം നിലത്ത് വെച്ചു. സാറില്ല, പോട്ടെ. കിട്ടും. ടെൻഷനൊന്നും വേണ്ട. ആ, കറക്റ്റ്. അടിപൊളി. പോട്ടെ. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. 50 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ചുരുക്കം സെക്കൻഡുകളെ നിങ്ങളുടെ കയ്യിലുള്ളൂ. ആ, കറക്റ്റ്. പോട്ടെ. 15 സെക്കൻഡ് ഇനി ബാലൻസ് ഉള്ളൂ. 15 സെക്കൻഡ്. ലാസ്റ്റ് വൺ. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായി. 10 9 അടിപൊളി. 3000 രൂപ ഇവര് ചുമ്മാ അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ഒരു കാര്യം ചെയ്യാം, ബാലൻസ് 2000 നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, മേടിച്ചോളണം. ബാലൻസ് 2000 ഞാൻ അവിടെ കൊടുത്തോട്ടെ. ഓക്കെ ആണല്ലോ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ 3000ന്റെ ബാലൻസ് 2000 സാബു ചേട്ടന്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുക്കുന്നു. നല്ലൊരു കൈ കൊടുത്തേ സാബു ചേട്ടാ. അപ്പൊ താങ്ക് യു. ഇനി എന്ന് പറയുന്നത് നമുക്ക് 5000ന്റെ റൗണ്ടാണ്. 5000ന്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ 10000ത്തിലേക്കുള്ള എൻട്രി ആണ്. 5000 കയ്യിൽ കിട്ടുന്ന ഗെയിം അല്ല. അപ്പൊ നമുക്ക് അടുത്ത പണി എടുത്താലോ? ലോട്ട് എടുക്കാം. ചേച്ചിക്കുള്ള അടുത്ത ഗെയിം എന്ന് പറയുന്നത് അടിച്ചുപിടിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കൂട്ടുകാരെ വിളിക്കും, ബാറ്റും ബോളും കൊടുക്കും. ഒരാൾ ബോൾ എറിയുന്നു, മറ്റേ ആൾ ബാറ്റ് ചെയ്യുന്നു, ചേച്ചി ക്യാച്ച് ചെയ്യുന്നു. ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ നിയമം തന്നെ. പക്ഷെ നമ്മളൊരു ബാസ്ക്കറ്റ് ഒക്കെ തരും, കൈകൊണ്ടല്ല ക്യാച്ച് ചെയ്യേണ്ടത്. റെഡിയാണോ? ഓക്കെ. അടിച്ചോ പിടിച്ചോ മത്സരത്തിനുള്ള ആളുകളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. 60 സെക്കൻഡ് സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. 6 ബോളുകൾ ആ ഭരണിയിൽ എത്തണം. കേട്ടോ ചേച്ചി? 6 ബോളുകൾ. റെഡി? തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. എറിഞ്ഞു പയ്യെ എറിഞ്ഞു. അതങ്ങനെ ഉരുണ്ടുപോയിട്ട് കാര്യമില്ല. കുറച്ചും കൂടി ഇത് ബലത്തിലടിച്ചോ. അത് തന്നെ. ചേച്ചി കിട്ടുന്നുണ്ടോ? പുറത്തേക്ക് ചാടി പോട്ടോ. 60 സെക്കൻഡാണ് സമയം. കിട്ടും. ഒന്ന്. അത് തന്നെ. കുറച്ചും കൂടി മുകളിലോട്ട്. അത് തന്നെ. അയ്യോ, അത് വേറെ സൈഡിലേക്ക് പോകുന്നു. ഓക്കെ. എറിഞ്ഞു കൊടുത്തു. കറക്റ്റ്. ഒരെണ്ണം. ഓക്കെ. അത് തന്നെ. അത് അത്ര ദൂരേക്ക് പോലെ കുറച്ചും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കി. അത് തന്നെ. അച്ഛോ, ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോയി. പോരട്ടെ. അച്ഛോ, ഞാൻ അത് കിട്ടിയെന്നാട്ടോ വിചാരിച്ചു. അത് പോയി. അത് നല്ല. അത് കിട്ടിയില്ല. എറിഞ്ഞു. എന്തിനാ സമയം കളയണേ? അച്ഛോ, കിട്ടിയില്ല.
അടുത്തത് പറഞ്ഞേ. പലതും ആ ഭരണിയിൽ ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായി. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാം. 10, 9, 7, 6, 5, 4, 3, 2, 1. അപ്പോ നമ്മുടെ സലിമോൾ സാബു ചേച്ചി 3000 രൂപ സ്വന്തമാക്കി അടുത്ത റൗണ്ടിൽ പോയി. പക്ഷേ നല്ല ഗെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചി വേറെ കുറച്ച് സമ്മാനങ്ങൾ കൂടി നമ്മൾ തരാണ്. ഫോർമിക് മാട്രസ് നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ ക്വൻലി ഇന്നർവെയർ നൽകുന്ന മറ്റൊരു സമ്മാനവുമുണ്ട്. മൊത്തത്തിൽ തകർത്തു. 3000 രൂപയും കുറേ സമ്മാനങ്ങളും. അപ്പോ ഇടത്വയോട് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുന്നു. ഇനി സൂപ്പർ ബമ്പറുമായിട്ട് ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ഇടയിലായിരിക്കും ഞാൻ ഉണ്ടാവുക. തൽക്കാലം മിഥുൻ പറയുന്നു ടാറ്റ ബൈ ബൈ ഫ്രം സി കേരളം സൂപ്പർ ബമ്പർ, കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്.